എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള SSC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 2 തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ വിവിധ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതിനായിട്ടുള്ള വേക്കൻസി പോസ്റ്റിനും അതുപോലെ തന്നെ സോൺ വൈസ് കോളേജുകളും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് അറിയാനായിട്ട് ഇവിടെയുള്ള ആ ഒരു വേക്കൻസി പൊസിഷൻ എന്നുള്ള ഭാഗത്തുള്ള ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം മേഖലയിലെ കോളേജുകൾ ഓഗസ്റ്റ് 1-നും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട മേഖലയിലെ കോളേജുകളിലേക്ക് ഓഗസ്റ്റ് 2-നുമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ്, സ്വാശ്രയ, UIT അതുപോലെ തന്നെ IHRD കോളേജുകളിലെ 1-ാം വർഷ ബിരുദ കോഴ്സുകളിലെ ഒഴിവുള്ള SSC ST സംവരണ സീറ്റുകളിലേക്ക് അതത് വിഭാഗങ്ങൾക്ക് മേഖലാ തലത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. വിവിധ ഒഴിവുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോളേജുകളുടെ വിവരം, ഒഴിവുള്ള സീറ്റുകളുടെ വിവരം എന്നിവ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മേഖലയിൽ ഓഗസ്റ്റ് 1-ന് നടക്കുന്നത് സ്ഥലം സെനറ്റ് ഹാള്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള പാളയം എന്നിടത്താണ്. അതുപോലെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട മേഖലയിലെ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് 2-ന് SN കോളേജ് കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് സഹിതം മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണം. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയാണ്. ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ സാക്ഷ്യപത്രം, അതായത് ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷകർത്താവിനെ അയക്കാവുന്നതാണ്. നിലവിൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട്, അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ഉറപ്പായാൽ മാത്രമേ TC നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്ന് വാങ്ങിക്കാൻ പാടുള്ളൂ, അല്ലാതെ വാങ്ങിക്കരുത്. കാരണം അഥവാ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് കൂടി പോകുന്നതാണ്. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം യോഗ്യതയും അതുപോലെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ഉണ്ടായിരിക്കണം. കോളേജും കോഴ്സും അലോട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. ഇതുവരെ അഡ്മിഷൻ ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ 930 രൂപ അടയ്ക്കേണ്ടതാണ്. ഇതിനായിട്ട് പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. മുമ്പ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ കോപ്പി ഹാജരാക്കേണ്ടതാണ് എന്നുള്ളതും ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള വേക്കൻസി പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസി പൊസിഷൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് SC ST എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോഴ്സിലും എത്ര വീതം ഏത് കോളേജിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോൺ വൈസ് കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് സോൺ വൈസ് കോളേജസ് കൊടുത്തിട്ടുണ്ട്. സോൺ വൈസ് കോളേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സോൺ വൈസ് കോളേജുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ തിരുവനന്തപുരം മേഖലയിലെ കോളേജുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ജില്ലകളിലേക്കുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് നടപടികളാണ് നടക്കുന്നത്. അപ്പോൾ SC ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കുക. അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പായ ശേഷം മാത്രമേ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് TC വാങ്ങാവൂ. കാരണം അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ ലഭിച്ച സീറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.